ഈശോ ശിമിയോന്റെ ഭവനത്തിലുണ്ടെന്ന് കേട്ടപ്പോൾ ആ ദേശത്തെ പാപിനിയായ ഒരു സ്ത്രീ ആ ഭവനത്തിലേക്ക് വന്നു. അവിടെ യേശുവിൻ്റെ പാദത്തിനരികിലിരുന്ന അവൾ ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി. കണ്ണുനീര് കൊണ്ട് അവൻ്റെ കൃപയുടെ പാദം അവൾ കഴുകി. തലമുടി കൊണ്ട് തുടച്ചു, തൈലം പൂശി സ്നേഹപൂർവ്വം ചുംബിച്ചു. ഒരു വീണ്ടെടുപ്പിൻ്റെ നിമിഷമായിരുന്നു അത്. ക്രിസ്തുവിൻ്റെ തേജോമയമായ മുഖത്ത് നോക്കിയപ്പോൾ അവൾ ഹൃദയം പൊട്ടി കരഞ്ഞുപോയി. കാരണമെന്തെന്നോ, ആ കൃപയുടെ മുഖത്ത് അവൾ തൻ്റെ ജീവിതത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദുരനുഭവങ്ങൾ കണ്ടു. ആത്മാർത്ഥതയുടെ നിറവിൽ നിന്നുകൊണ്ട് അവൾ അനുദപിക്കുകയും ആ അനുതാപം ഒരു സമർപ്പണമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിൽ അവളുടെ ജീവിതത്തിലെ ആ നിമിഷം വരെയുള്ള എല്ലാ ബലങ്ങളെയും അവൾ സമർപ്പിച്ചു. അനുതാപം കണ്ണുനീരായി അവൻ്റെ പാദങ്ങളിൽ വീണുവെങ്കിൽ തീരുമാനങ്ങൾ അവൾ മറ്റൊന്നായി സമർപ്പിക്കുന്നു, ജീവിതത്തെ തന്നെ. തലമുടി കൊണ്ട് തുടച്ചുകൊണ്ട് അവൾ ദൈവത്തിന് മുമ്പിൽ പുതിയ തീരുമാനമെടുത്തു. ഇല്ല, ഇനി ഞാൻ ആരെയും എന്നിലേക്ക് ആകർഷിക്കില്ല. വിലപിടിപ്പുള്ള നാഥയും സുഗന്ധദ്രവ്യം പൊട്ടിച്ച് ഈശോയുടെ പാദത്തിൽ ഒഴിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ ചിന്തിച്ചു, വേണ്ട, ഇനി ഒരിക്കലും ആരെയും എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ ആകർഷിക്കേണ്ടതില്ല. ഇന്നലെ വരെ പാപത്തെ ചുംബിച്ച അതേ ചുണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് അവൾ പുതിയ വ്യക്തിത്വത്തിനുടമയായി, വിശുദ്ധിയുടെ നിറകുടമായി രൂപാന്തരപ്പെട്ടു. പിന്നീട് ഒരിക്കലും അവളെ നാം തെരുവീഥിയിൽ കണ്ടില്ല. പിന്നെയോ ക്രിസ്തുവിൻ്റെ പിന്നാലെ അവൾ കാൽവരിയോളം യാത്ര ചെയ്തു. പിന്നെ കാൽവരിക്കപ്പുറം ഉദ്ധിതനായ ക്രിസ്തുവിനെ അന്വേഷിച്ച് അവൾ അതിരാവിലെ പുറപ്പെട്ടു. കാരണമെന്നോ, അവൾ അവനെ അത്രമാത്രം സ്നേഹിച്ചു.